എല്ലാവർക്കും നമസ്കാരം. S5 മെക്കാനിക്കലിൻ്റെ പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗ് രണ്ടാമത്തെ ക്ലാസ്സാണ് നമ്മുടെ ഇന്ന് കാണുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫ്യൂവൽസിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഫ്യൂവൽസിൻ്റെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, കമ്പാരിസൺ, കലോറിഫിക് വാല്യൂ, ഹയർ കലോറിഫിക് വാല്യൂ, ലോവർ കലോറിഫിക് വാല്യൂ, ഇതിൻ്റെ പ്രോബ്ലംസ്, ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ കലോറിഫിക് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന അപ്പാരറ്റസ്, സോളിഡ് ലിക്വിഡ് ഫ്യൂവൽസ്, HCV, അതിൻ്റെ ഹയർ കലോറിഫിക് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന അപ്പാരറ്റസ് ബോംബ് കലോറിമീറ്റർ, അതുപോലെ തന്നെ ഗേഷ്യസ് ഫ്യൂവൽസിൻ്റെ കലോറിഫിക് വാല്യൂ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ജങ്കേഴ്സ് ഗ്യാസ് കലോറിമീറ്റർ, ഇത് രണ്ടും നമുക്കിന്ന് പരിചയപ്പെടാം. കൂടാതെ ഇതിൻ്റെ HCV, LCV, അതിൻ്റെ ഇക്വേഷൻ, അതുപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ്, ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളിന്ന് ആദ്യം പരിശോധിക്കുന്നത് HCV ഓഫ് ഫ്യൂവൽസ്, സോളിഡ് ആൻഡ് ലിക്വിഡ് ഫ്യൂവൽസ്, ബോംബ് കലോറിമീറ്ററാണ്. ഇപ്പോൾ ബോംബ് കലോറിമീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും സോളിഡ് അല്ലെങ്കിൽ ലിക്വിഡ് ഫ്യൂവൽസിൻ്റെ ഹയർ കലോറിഫിക് വാല്യൂ കണ്ടുപിടിക്കാനാണ്. ഈ ഹയർ കലോറിഫിക് വാല്യൂ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അതായത് ഒരു ഫ്യൂവലിൻ്റെ ബേൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന കംപ്ലീറ്റ് കമ്പസ്റ്റിൻ്റെ ഫലമായി കിട്ടുന്ന ഹീറ്റ് എനർജി, ദ പ്രോഡക്റ്റ് ഓഫ് കമ്പസ്റ്റിൻ നമ്മൾ കണ്ടൻസ് ചെയ്ത് അതിൻ്റെയും കൂടെ ഹീറ്റ് റിക്കവർ ചെയ്തെടുക്കുന്ന ഹീറ്റ് എനർജിയാണ് ഹയർ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഹയർ കലോറിഫിക് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഒരു അപ്പാരറ്റസ് ആണ് ബോംബ് കലോറിമീറ്റർ. അപ്പോൾ ഇതിൻ്റെ മെയിൻ പാർട്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇതിൻ്റെ ഏറ്റവും ഇവിടെ ഒരു ഡോം ഷേപ്പിലൊരു വെസലുണ്ട്. ഇതിനെയാണ് നമ്മൾ ബോംബ് എന്ന് പറയുന്നത്. ഇതൊരു ക്ലോസ്ഡ് വെസലാണ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ക്ലോസ്ഡ് വെസലാണ്. ഈ വെസലിനകത്ത് രണ്ട് ഇഗ്നീഷ്യൻ റോഡുകൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ രണ്ട് ഇഗ്നീഷ്യൻ റോഡ്സ് ഉണ്ട്. ഈ റോഡ്സിൽ നമ്മൾ ഒരു ക്രൂസിബിള് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ക്രൂസിബിൾ, ദിസ് ഈസ് ക്രൂസിബിൾ. ഈ ക്രൂസിബിളാണ് നമ്മൾ ഫ്യൂവൽ എടുക്കുന്നത്. ഈ ക്രൂസിബിളിലാണ് ഫ്യൂവൽ എടുക്കുന്നത്. ഈ ക്രൂസിബിളിൽ ഫ്യൂവലിനെ കത്തിക്കാൻ വേണ്ടി നമ്മൾ ഫ്യൂസ് വയർ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ കാണിച്ചിരിക്കുന്നതാണ് ഫ്യൂസ് വയർ. ഫ്യൂസ് വയർ സാധാരണയായിട്ട് നിക്രോം അല്ലെങ്കിൽ പ്ലാറ്റിനം ഉപയോഗിച്ച ഫ്യൂസ് വയറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഔട്ടർ വെസൽ, ഇതെല്ലാം വച്ചിരിക്കുന്നത് ഒരു ബോംബ് എന്ന് വിളിക്കുന്ന ഒരു വെസലിലാണ്. ഈ വെസൽ ഇവിടെ ബേണിംഗ് നടക്കുന്നത് കോൺസ്റ്റൻ്റ് വോളിയത്തിലാണ്. കോൺസ്റ്റൻ്റ് വോളിയത്തിൻ്റെ തെർമോഡൈനാമിക് ഇക്വേഷൻസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. P/T = കോൺസ്റ്റൻ്റ്, അതാണ് കോൺസ്റ്റൻ്റ് വോളിയത്തിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇതിന് സറൗണ്ടിങ് ചെയ്തുകൊണ്ട് വാട്ടർ, ദിസ് ബോംബ് ഈസ് സറൗണ്ടഡ് ബൈ വാട്ടർ. മാത്രമല്ല ബോംബിൽ രണ്ട് വാൽവുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് റിലീസ് വാൽവ്, ഒന്ന് ഓക്സിജൻ വാൽവ്. ഈ ഓക്സിജൻ വാൽവ് വഴിയാണ് നമ്മൾ ഏകദേശം 30 അറ്റ്മോസ്ഫിയർ, സാധാരണ അന്തരീക്ഷമർദ്ദത്തിൻ്റെ 30 മടങ്ങ് പ്രഷറിലാണ് നമ്മൾ ഓക്സിജൻ അഡ്മിറ്റ് ചെയ്യുന്നത്. ഓക്സിജൻ ഈസ് റിക്വയർഡ് ഫോർ ദ കമ്പസ്റ്റിൻ ഓഫ് ഫ്യൂവൽ. മാത്രമല്ല ദർ ഈസ് എ റിലീസ് വാൽവ്. ഇവിടുത്തെ പ്രഷർ എക്സീഡ് ചെയ്യുന്ന സമയത്ത് പ്രൊഡക്റ്റ് ഓഫ് കമ്പസ്ഷൻ പുറത്തേക്ക് പോകാനായിട്ട് നമുക്കൊരു റിലീസ് വാൽവ് കൂടെ വെച്ചിട്ടുണ്ട്. പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സ്റ്റിററാണ്. അതായത് നമ്മുടെ ഈ വാട്ടർ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് യൂണിഫോം ഹീറ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റിറർ വെച്ചിട്ടുണ്ട്. സ്റ്റിറർ ഉപയോഗിച്ച് നമ്മൾ കറക്കുന്ന സമയത്ത് ദർ വിൽ ബി യൂണിഫോം ഹീറ്റിംഗ്. മാത്രമല്ല നമ്മൾ ഒരു തെർമോമീറ്ററും കൂടി വെച്ചിട്ടുണ്ട്, ദാറ്റ് ഈസ് ഫോർ റെക്കോർഡിംഗ് ദ ടെമ്പറേച്ചർ. All these
പാർട്സ് ആർ അസംബിൾഡ് ഇൻ എ കോപ്പർ വെസൽ. ഒരു കോപ്പർ വെസലിലാണ് ഇതെല്ലാം കൂടി വെച്ചിരിക്കുന്നത്. സോ ഔട്ടറിൽ കോപ്പർ വെസലുണ്ട്, അതിൻ്റെ ഉള്ളിൽ ഒരു ഷീൽഡ് കൊടുത്തിട്ട് അതിനകത്ത് വാട്ടർ നിറച്ചിട്ടുണ്ട്. ഏറ്റവും ഉള്ളിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ക്ലോസ്ഡ് വെസൽ, ബോംബ് എന്ന് വിളിക്കുന്ന ഒരു വെസലുണ്ട്. ആ വെസലിൻ്റെ ഉള്ളിലാണ് ക്രൂസിബിൾ. ക്രൂസിബിളിനകത്താണ് നമ്മൾ ഫ്യൂവൽ വയ്ക്കുന്നത്. ഫ്യൂസ് വയർ ഉപയോഗിച്ച് നമ്മൾ ഇലക്ട്രിക്കലിയാണ് നമ്മൾ ഹീറ്റ് ചെയ്യുന്നത്. അപ്പം ഇലക്ട്രിക്കലി ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഫ്യൂവൽ ബേൺ ചെയ്യും. ഫ്യൂവൽ ബേൺ ചെയ്ത് കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി ഹീറ്റ് എനർജി ഈസ് ലിബറേറ്റഡ്. ഹീറ്റ് എനർജി ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ ഇക്വേഷൻസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നത്. സാധാരണയായിട്ട് ഈ ബോംബ് കലോറിമീറ്റർ ഹയർ കലോറിഫിക് വാല്യൂ ഓഫ് സോളിഡ് ആൻഡ് ലിക്വിഡ് ഫ്യൂവൽസ്, അതായത് സോളിഡും ലിക്വിഡും ഫ്യൂവൽസിൻ്റെ ഹയർ കലോറിഫിക് വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഇവിടെ നടക്കുന്ന ബേണിംഗ് പ്രോസസ്സ് കോൺസ്റ്റൻറ്റ് വോളിയത്തിലാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത്. അടുത്തതായിട്ട് ഇതിനകത്ത് നമ്മൾ ഇക്വേഷൻസിലേക്ക് നമ്മൾ കടക്കുമ്പം എക്സ്പെരിമെൻ്റൽ ഡിറ്റർമിനേഷൻ ഓഫ് HCV of solid and liquid fuels. ബോംബ് കലോറിമീറ്ററിൽ വി നോ ദാറ്റ് ഹീറ്റ് ലിബറേറ്റഡ് ബൈ ദ ഫ്യൂവൽ. ഇവിടെ ഈ ഫ്യൂവലിനകത്ത് എന്ത് ഹീറ്റ് ലിബറേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ആ ഹീറ്റ് ഇറ്റ് ഈസ് ടേക്കൺ ബൈ ദി വാട്ടർ. വി നോ ദാറ്റ് വാട്ടർ മാത്രമല്ല, ഈ അപ്പാരറ്റസും കൂടി കുറേ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ട്. സം എമൗണ്ട് ഓഫ് ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ബൈ ദ അപ്പാരറ്റസ് ഇറ്റ് സെൽഫ്. So we know that heat liberated by the fuel is equal to heat gained by the water, because water temperature കൂടുകയാണ്, പ്ലസ് ഹീറ്റ് ഗെയിൻ ബൈ ദ കലോറിമീറ്റർ. ഹീറ്റ് ഗെയിൻ ബൈ ദി, അപ്പോൾ എത്ര ഹീറ്റ് ഫ്യൂവൽ കത്തുമ്പോൾ കിട്ടുന്നോ ആ ഹീറ്റ് വാട്ടർ എടുക്കുന്നുണ്ട് മേജർ ഷെയർ, അതിൻ്റെ ബാക്കി കലോറിമീറ്റർ എടുക്കുന്നുണ്ട്. സപ്പോസ് ഇഫ് സ്മോൾ എം ഈസ് ദ മാസ് ഓഫ് ഫ്യൂവൽ, നമ്മൾ എം മാസ് ഓഫ് ഫ്യൂവലാണ് നമ്മൾ ബേൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, സാധാരണയായിട്ട് നമ്മൾ 1 gram ഫ്യൂവലാണ് നമ്മൾ എടുക്കാറുള്ളത്. എം ഈസ് ദ മാസ് ഓഫ് ഫ്യൂവൽ ബേൺ, ക്യാപിറ്റൽ എം ഈസ് ദ മാസ് ഓഫ് വാട്ടർ. നമ്മൾ അതിനകത്ത് എടുത്തിരിക്കുന്ന വെള്ളത്തിൻ്റെ മാസ് ക്യാപിറ്റൽ എം ആണെന്നിരിക്കട്ടെ. അടുത്തത് വാട്ടർ ഇക്വലൻ്റ് ആണ്. വാട്ടർ ഇക്വലൻ്റ് മീൻസ് ദാറ്റ് ഈസ് ഓൾസോ M2 ഇൻ ടേംസ് ഓഫ് മാസിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നതെങ്കിൽ പോലും ആക്ച്വലി ഇത് M2 എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ഇറ്റ് ഈസ് മാസ് ഓഫ് ദ കലോറിമീറ്റർ. കലോറിമീറ്ററിൻ്റെ മാസിനെ അതിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കൊണ്ട് ഗുണിച്ചതാണ്. ആ വാല്യൂ ആണ് M2 എന്ന് പറയുന്നത്. സോ റിമെമ്പർ ദിസ് വാല്യൂ. M2 ഈസ് എ വാട്ടർ ഇക്വലൻ്റ് ഓഫ് കലോറിമീറ്റർ. വാട്ടർ ഇക്വലൻ്റ് ഓഫ് കലോറിമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കലോറിമീറ്ററിൻ്റെ മാസിനെ കലോറിമീറ്ററിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ, ശരിക്കും പറഞ്ഞാൽ ഇത് MC ആണ്, MC ഓഫ് കലോറിമീറ്റർ എന്നാണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് വാട്ടർ ഇക്വലൻ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. T1 is the initial temperature of water. സ്വാഭാവികമായിട്ടും ടെമ്പറേച്ചറിൻ്റെ ആദ്യത്തെ ടെമ്പറേച്ചർ കുറവായിരിക്കും. T2 is the final temperature of water, അത് കൂടുതലായിരിക്കും. ഡെൽറ്റ T എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് T2 മൈനസ് T1. ഇനി നമുക്ക് ഹീറ്റ് നമുക്കറിയാം, കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത് 1 കിലോഗ്രാം ഫ്യൂവൽ കത്തിക്കുമ്പോൾ കിട്ടുന്ന അതിൻ്റെ യൂണിറ്റ് നമുക്കറിയാം, കിലോ ജൂൾ പെർ കിലോഗ്രാം. 1 കിലോഗ്രാം ഫ്യൂവൽ കത്തിക്കുമ്പോൾ കിട്ടുന്ന ഹീറ്റ് എനർജിയുടെ അളവാണ് കലോറിഫിക് വാല്യൂ. SI യൂണിറ്റ് ജൂൾ പെർ കിലോഗ്രാം ആണ്. നമ്മൾ കൊമേഴ്സ്യലി നമ്മൾ കിലോ ജൂൾ പെർ കിലോഗ്രാം എന്ന് പറയുന്നു. അപ്പോൾ 1 കിലോഗ്രാം ഫ്യൂവൽ കത്തിക്കുമ്പം നമുക്ക് എത്ര ഹീറ്റ് എനർജി ലിബറേറ്റ് ചെയ്യുന്നു, ദാറ്റ് ഈസ് വാട്ട് ദ കലോറിഫിക് വാല്യൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ 1 കിലോഗ്രാമിന് സപ്പോസ് ഇഫ് ദ കലോറിഫിക് വാല്യൂ ഓഫ് എ ഫ്യൂവൽ ഈസ് 100 കിലോ ജൂൾ പെർ കിലോഗ്രാം. അപ്പോൾ ഈ ഫ്യൂവൽ നമ്മൾ 10 കിലോഗ്രാം കത്തിക്കുകയാണെങ്കിൽ കിട്ടുന്ന ഹീറ്റ് എനർജി എന്ന് പറയുന്നത് H is equal to 10 into 100 ആയിരിക്കും, മാസ് ഇൻറ്റു കലോറിഫിക് വാല്യൂ. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു ഇക്വേഷൻ, ഹീറ്റ് എനർജി ലിബറേറ്റഡ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു കലോറിഫിക് വാല്യൂ. ഹീറ്റ് എനർജി ലിബറേറ്റഡ് ബൈ എനി ഫ്യൂവൽ ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു കലോറിഫിക് വാല്യൂ. കലോറിഫിക് വാല്യൂവിനെ ബേൺ ചെയ്യുന്ന ഫ്യൂവലിൻ്റെ മാസ് കൊണ്ട് ഗുണിച്ചാൽ അത് ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റ് എനർജി കിട്ടും. അത് ജൂളിലോ കിലോ ജൂളിലോ ആയിരിക്കും. നമ്മൾ ഈ CV കിലോ ജൂളിലാണെങ്കിൽ കിട്ടുന്ന ഹീറ്റ് കിലോ ജൂളിലായിരിക്കും. അപ്പോൾ അത് ഓർത്തിരിക്കുക. സോ ഹീറ്റ് ലിബറേറ്റഡ് ബൈ ദ ഫ്യൂവൽ നമുക്കറിയാം, M മാസ് ഓഫ് ഫ്യൂവലാണ് നമ്മൾ ബേൺ ചെയ്യുന്നത്. സോ M ഇൻറ്റു
ഹയർ കാലോറിഫിക് വാല്യൂ ആണ്. Because here we are finding the higher calorific value. MCV is equal to heat gained by the water. നമുക്കറിയാം the fundamental equation is MC delta T, mass into specific heat into change in temperature. This is the general equation for sensible heating. Sensible heating ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു സപ്പോസ് ഡെൽറ്റ ടി ടെമ്പറേച്ചർ റൈസ് ചെയ്യുമ്പം ഉണ്ടാകുന്ന ഹീറ്റ് എന്ന് പറയുന്നത് എം സി മാസ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ ഹീറ്റ് ഗെയിൻ ബൈ ദ വാട്ടർ എന്ന് പറയുന്നത് M1 ഈസ് ദ മാസ് ഓഫ് വാട്ടർ, സി ഈസ് ദ സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ, CW എന്ന് കൊടുക്കാം വാട്ടർ ആയതുകൊണ്ട്, ഇൻറ്റു ഡെൽറ്റ ടി. ഡെൽറ്റ ടി ഈസ് ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ പ്ലസ് M2 ഈസ് ദ വാട്ടർ ഇക്വലൻറ്റ് ഇൻറ്റു അഗെയിൻ CW ഈസ് ദ സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ ഇൻറ്റു ഡെൽറ്റ ടി. We can take CW delta T common. അത് CW delta T common എടുത്താൽ this is M1 plus M2 എന്ന് വരും. M1 plus M2. So this is M into HCV. Actually we need HCV. HCV is equal to, ഇത് നമുക്ക് ആദ്യം എഴുതാം, that is M1 plus M2. So mass into specific heat into change in temperature. Therefore HCV is equal to M1 plus M2 into CW into delta T divided by mass. This is the equation for finding out higher calorific value in the case of a bomb calorimeter. ഒരു ബോംബ് കലോറിമീറ്ററിൻ്റെ ഹയർ കാലോറിഫിക് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. M1 ഈസ് ദ മാസ് ഓഫ് വാട്ടർ, M2 ഈസ് ദ വാട്ടർ ഇക്വലൻറ്റ്. വാട്ടർ ഇക്വലൻ്റ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റാണ്. CW ഈസ് ദ സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ. സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 4.2 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. 4.2 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. M എന്ന് പറയുന്നത് മാസ് ഓഫ് ഫ്യൂവലിൻ്റെ മാസ്സാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇക്വേഷൻ ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമായിട്ട് ഉള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ലോവർ കലോറിഫിക് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത്, സപ്പോസ് ഇഫ് യു വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ ലോവർ കലോറിഫിക് വാല്യൂ ഓഫ് എ ഫ്യൂവൽ, LCV ഈസ് ഈക്വൽ ടു, അത് സ്വാഭാവികമായിട്ട് HCVയേക്കാൾ കുറവായിരിക്കും. HCV മൈനസ് 9H2 ഇൻറ്റു 2442. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ LCV. ഇത്രയും കിലോ ജൂൾ പെർ കിലോഗ്രാം ആയിരിക്കും. എന്താണ് ഈ 2442 എന്ന് പറഞ്ഞാൽ? അതായത് സ്റ്റീം കണ്ടൻസ് ചെയ്യുന്നതിൻ്റെ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് കണ്ടൻസേഷൻ ഓഫ് സ്റ്റീം. അതായത് ഇത്രയും ഹീറ്റ്, ദിസ് മച്ച് ഹീറ്റ് ഈസ് ടേക്കൺ ബൈ ദ സ്റ്റീം. അപ്പോൾ ആ വാല്യൂ കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് LCV കിട്ടുന്നത്. സോ LCV ഈസ് ഈക്വൽ ടു HCV മൈനസ് 9H2 ഇൻറ്റു 2442. This is the equation. These are the two equations. Remember this equation for bomb calorimeter. This is for solid and liquid fuels. Solid liquid fuels in the case HCV LCV കണ്ടുപിടിക്കാനുള്ള equation ആണ്. So next we see a problem related to this equation. That means bomb calorimeter. Calculate the gross calorific value, and gross calorific value means HCV, and lower calorific value means LCV. അപ്പോൾ HCVയും LCVയും കണ്ടുപിടിക്കണം. The following experimental data, mass of the sample is equal to 0.99 gram. 0.99 gram. ശ്രദ്ധിക്കുക, this is in gram. നമ്മളതിനെ കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യണം. 0.99 ഇൻറ്റു 10⁻³ kilogram, because all the units should be in SI. Quantity of water in the calorimeter, capital M 2550 gram, again divided by 1000. അതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 2.55 കിലോഗ്രാം, അല്ലെങ്കിൽ 2550 ഇൻറ്റു 10⁻³ എന്ന് എഴുതിയാലും മതി. അടുത്തത്
calorimeter, quantity of water in the calorimeter. So that is written mass of bomb and its accessories, that is M2. Actually this M2 is equal to specific heat of calorimeter into its mass എന്നാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം അതെങ്ങനെ വരും? സ്പെസിഫിക് ഹീറ്റ് ഓഫ് ദ എബവ് എന്ന് കൊടുത്തിരിക്കുന്ന ഇതാണ്. സോ ദാറ്റ് ഈസ് 0.40, നോട്ട് ദാറ്റ് ദിസ് ഈസ് ഇൻ കിലോ ജൂൾ. സോ 0.40 ഇൻറ്റു ദ മാസ് ഓഫ് ദ ബോംബ് ആക്സസറീസ് ഈസ് ആക്ച്വലി ഇറ്റ് ഈസ് 3850 gram. ദാറ്റ് ഈസ് എ മാസ്. അതിന് നമ്മൾ കിലോഗ്രാം ആക്കുമ്പോൾ 3.85 കിലോഗ്രാം എന്ന് വരും. സോ ദാറ്റ് ഈസ് 3.85. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് വാല്യൂ കിട്ടുന്നത്. സോ യു ടേക്ക് ദാറ്റ് വാല്യൂ ആസ് M2. ഇറ്റ് ഈസ് 1.54 കിലോഗ്രാം. 1.54 കിലോഗ്രാം. 1.54 കിലോഗ്രാം. Next data given is content of hydrogen. Hydrogen content is 5%, that is equal to 0.05 ആണ്, divided by 100 ആണ്. ഇനി ഡെൽറ്റ ടി തന്നിട്ടുണ്ട്. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, റൈസ് ഇൻ ടെമ്പറേച്ചർ ഈസ് 2.7 degree Celsius. 2.7 degree Celsius. Actually this delta T ഈസ് 2.7 degree Celsius. നമ്മൾ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആയതുകൊണ്ട് ഇതിനെ കെൽവിനിലോട്ട് മാറ്റേണ്ട ആവശ്യമില്ല. കാരണം ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, അതായത് 2 ഡിഗ്രി സെൽഷ്യസിലുള്ള 2 ടെമ്പറേച്ചർ തമ്മിലുള്ള ഡിഫറൻസും കെൽവിനിലുള്ള 2 ടെമ്പറേച്ചർ ഡിഫറൻസും സെയിം ആയതുകൊണ്ട് ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു 2.7. അത് അങ്ങനെ തന്നെ എടുക്കാം. അതിനെ നമ്മൾ കെൽവിനിലോട്ട് മാറ്റേണ്ട ആവശ്യമില്ല. ലെറ്റ് us see the equation. HCV ഈസ് ഈക്വൽ ടു, നമ്മൾ കുറച്ച് മുമ്പ് കണ്ടതാണ്. ദാറ്റ് ഈസ് ഇക്വേഷൻ ഈസ് M1 പ്ലസ് M2 ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ CW ഇൻറ്റു ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ M. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. സോ നമുക്ക് M ഈസ് ഈക്വൽ ടു 2.55 പ്ലസ് M2 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് 1.54 ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 4.2 ആണ്. ഡെൽറ്റ ടി എന്ന് പറയുന്നത് 2.7, the whole divided by mass. Mass is equal to 0.99 into 10⁻⁻3. അപ്പോൾ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക്, നിങ്ങൾ കാൽക്കുലേറ്ററിൽ നിങ്ങൾ അടിച്ച് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കാണും ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 46,849 kilojoule per kilogram ആണ്. This is the higher calorific value. And you are also asked to find the LCV. LCV is equal to HCV minus 9H2 into 2442. അപ്പോൾ ഈ എച്ച് സി വിയുടെ വാല്യൂ എടുക്കാം. 46849 മൈനസ് 9 ഇൻറ്റു H2ൻ്റെ വാല്യൂ 0.05 ആണ്. ദാറ്റ് ഈസ് 5%. 0.05 ഇൻറ്റു 2442. അപ്പോൾ ഇത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കാണും LCV is equal to 45,750 kilojoule per kilogram. Kilojoule per kilogram. This is the LCV of that fuel. This is the HCV. Of course HCV is higher than LCV. ഇതാണ് ഇതിൻ്റെ ആൻസർ. അടുത്തത് ഗേഷ്യസ് ഫ്യൂവൽസിൻ്റെ ഹയർ കലോറിഫിക് വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മൾ ജങ്കേഴ്സ് കലോറിമീറ്റർ ഉപയോഗിക്കുന്നത്. എൻ്റെ പേര് തന്നെ ജങ്കേഴ്സ് ഗ്യാസ് കലോറിമീറ്റർ എന്നാണ്. ഇതൊരു സ്റ്റഡി ഫ്ലോ ടൈപ്പ് കലോറിമീറ്ററാണ്. സ്റ്റഡി ഫ്ലോ ടൈപ്പ് കലോറിമീറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ വാട്ടറിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് സ്റ്റഡിയാണ്. അതുകൊണ്ടാണ് ഇതിനെ സ്റ്റഡി ഫ്ലോ ഗ്യാസ് കലോറിമീറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ ജങ്കേഴ്സ് ഗ്യാസ് കലോറിമീറ്റർ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഫൈൻഡിങ് ദി HCV ഓഫ് ഗേഷ്യസ് ഫ്യൂവൽ.
We can also it can also be used for liquid fuels also, but mostly it is used for gaseous fuel, because in this apparatus we can see that there is a gas flow regulator and a pressure regulator is there. So ഇവിടെ നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലോ റേറ്റ് നമുക്കറിയാൻ പറ്റും. V1 is the volume of gas flowing into the burner. ഇതൊരു ബർണറാണ്. This is the pressure regulating valve. We can adjust the pressure of the gas which is coming into the burner. There is a combustion chamber which is cylindrical combustion chamber ആണ്. ഈ കമ്പസ്റ്റൻ ചേംബറിനകത്ത് ഇതിൻ്റെ ബോട്ടം പോർഷനിലൂടെയാണ് ഗ്യാസ് ഈസ് കമ്മിങ്. എബവ് ദാറ്റ് വാട്ടർ ഈസ് ഫിൽഡ്. വാട്ടർ നേരത്തെ പോലെ വാട്ടർ ജാക്കറ്റ് ഉണ്ട്. ആ വരുന്ന വാട്ടർ ദാറ്റ് ഈസ് ഓൾസോ കമ്മിങ് അണ്ടർ ദ പാർട്ട് ഓഫ് ദ വെസൽ. ഇവിടെ ഒരു വാട്ടർ റെഗുലേറ്റർ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ദ ഫ്ലോ റേറ്റ് ഓഫ് വാട്ടർ. ആൻഡ് ദർ ഈസ് എ തെർമോമീറ്റർ. ദിസ് ഈസ് യൂസ്ഡ് ഫോർ ഇൻലെറ്റ് ടെമ്പറേച്ചർ. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് റെക്കോർഡിംഗ് ദ ഇൻലെറ്റ് ടെമ്പറേച്ചർ. And the water is flowing throughout the vessel, so that it is taking heat from the cylindrical കമ്പസ്റ്റൻ ചേംബറിൽ നിന്നും ഈ വാട്ടർ ഹീറ്റ് അബ്സോർബ് ചെയ്യുകയും അതിൻ്റെ ടെമ്പറേച്ചർ കൂടുകയും ചെയ്യും. ആ കൂടിയ ടെമ്പറേച്ചർ നമ്മൾ മെഷർ ചെയ്യാനായിട്ട് ദർ ഈസ് അനദർ തെർമോമീറ്റർ പ്ലേസ്ഡ് വിച്ച് ഹൂസ് ടെമ്പറേച്ചർ ഈസ് റെക്കോർഡഡ് ആസ് T2. അതിനെ നമുക്ക് T2 എന്ന് പറയാം. എന്നിട്ട് ദെൻ ദ വാട്ടർ ഈസ് ഗോയിങ് ഔട്ട്. സോ ദിസ് ആർ ദ മെയിൻ പാർട്സ് ഓഫ് ത്രൂ ദിസ് ദ കമ്പസ്റ്റൻ ഗ്യാസ് ഈസ് ഗോയിങ് ഔട്ട്. So these are the main parts of a Jenger's gas calorimeter. Now we will see the equations of Jenger's gas calorimeter. Let us see the equations. Suppose P1 is the gas pressure in millimeters of mercury. We know that the pressure can be expressed in terms of a liquid, meters of liquid. അപ്പോൾ ഇവിടെ നമുക്ക് ഗ്യാസ് പ്രഷർ കിട്ടുന്നത് മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറിയിലാണ്. ചില കേസിൽ നിങ്ങൾക്ക് മീറ്റേഴ്സ് ഓഫ് വാട്ടറിൽ തരും. മീറ്റേഴ്സ് ഓഫ് വാട്ടറിൽ തന്നാൽ നമ്മളതിനെ കൺവേർട്ട് ചെയ്ത് മീറ്റേഴ്സ് ഓഫ് മെർക്കുറിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. വൈൽ ഡൂയിങ് ദ പ്രോബ്ലം വി വിൽ ഡിസ്കസ് ദാറ്റ്. സോ ദാറ്റ് കൺവേർഷൻ. P1 ഗ്യാസ് പ്രഷർ. ഇപ്പോൾ ഇതിനകത്തൂടെ വരുന്ന ഗ്യാസിൻ്റെ പ്രഷറാണ്. ഇതിനകത്തൂടെ വരുന്ന ഗ്യാസിൻ്റെ പ്രഷർ റെക്കോർഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് P1. V1 ഇസ് ദ വോളിയം ഓഫ് ഗ്യാസ് ബേൺഡ്. ഇതിനകത്ത് കൂടി വരുന്ന ഗ്യാസിൻ്റെ വോളിയമാണ്. യൂണിറ്റ് നോക്കണം. യൂണിറ്റ് മീറ്റർ ക്യൂബാണ്. T1 ഇസ് ദ ഇൻലെറ്റ് ടെമ്പറേച്ചർ. ഇൻലെറ്റ് ടെമ്പറേച്ചർ നമ്മൾ കെൽവിനിലാണ്. അതുപോലെ തന്നെ P0 ഇസ് ദ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. 760 നമുക്കറിയാവുന്ന വാല്യൂ ആണ്. P0 ഇസ് ദ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. T0 is the standard temperature. Remember this value and this value, 288 Kelvin is the standard temperature. V0 is the volume of gas. This volume reduced to STP. STP യിലൂടെ reduce ചെയ്ത volume ആണ് V0 എന്ന് പറയുന്നത്. From the basics gas equation, general gas equation, we know that PV by T is a constant. We know that PV by T is a constant. From this equation we can write P0 V0 by T0 is equal to P1 V1 by T1. ഇതിലെല്ലാ വാല്യൂസും നമുക്കറിയാം. P1 is the gas pressure. V1 is the volume, അതായത് നമ്മൾ ബേൺ ചെയ്യുന്ന കത്തിക്കുന്ന ഗ്യാസിൻ്റെ വോളിയം. T1 എന്ന് പറയുന്നത് അതിൻ്റെ ഇൻലെറ്റ് ടെമ്പറേച്ചർ. P0 സ്റ്റാൻഡേർഡ് പ്രഷറാണ്. V0 എന്ന് പറയുന്നത് ഈ വോളിയത്തെ നമ്മൾ റെഡ്യൂസ്ഡ് STPയിലോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ വോളിയം. T0 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ, ദാറ്റ് ഈസ് 288 Kelvin. We have to find the value of V0, that is reduced STP pressure volume. V0 is equal to cross multiply ചെയ്താൽ മതി. P1 by ഈ P0 ഇങ്ങനെ വരും. P1 by P0 into ഈ T0 മേളിലോട്ട് പോകും. So that is T0 by T1 into V1. V1 into
P1 T0 by P0 T1. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ we will get this equation. By this you can find the value of V0. V0 കണ്ടുപിടിക്കാനുള്ള രീതി ഇങ്ങനെയാണ്. ജനറൽ ഗ്യാസ് ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്. ഇനി നമ്മൾ ഈ വോളിയം ആണെങ്കിലും നമ്മളതിനെ എസ് ടി പിയിലോട്ട് മാറ്റിയിട്ട് ദിസ് ഈസ് ദി വോളിയം ഓഫ് ഫ്യൂവൽ അറ്റ് എസ് ടി പി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹീറ്റ് ലിബറേറ്റഡ് ഈസ് ഈക്വൽ ടു V0 ഇൻറ്റു എച്ച് സി വി ആണ്. V0 ഇൻറ്റു എച്ച് സി വി, V0 ഇൻറ്റു എച്ച് സി വി ആണ് ഹീറ്റ് ലിബറേറ്റഡ് എന്ന് പറയുന്നത്. ഹീറ്റ് ലിബറേറ്റഡ് ബൈ ദ ഫ്യൂവൽ ഈസ് ഈക്വൽ ടു V0 ഇൻറ്റു എച്ച് സി വി. ഇനി സപ്പോസ് എം ഈസ് ദ മാസ് ഓഫ് ദ വാട്ടർ കളക്റ്റഡ്. ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് മാസ് ഓഫ് വാട്ടർ കളക്റ്റഡ് ആണ്. ക്യാപിറ്റൽ എം ഈസ് ദ മാസ് ഓഫ് വാട്ടർ കളക്റ്റഡ്. ക്യാപിറ്റൽ ലെറ്റ് എം ഈസ് ദ mass of water collected. T1 is the inlet water temperature. T1 is the inlet water temperature. T2 is the outlet water temperature. Delta T is the change in temperature. Delta T is the change in temperature. Specific heat of water, we know that it is 4.2 kilojoule per kilogram. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഇവിടെ ഹീറ്റ് ലിബറേറ്റഡ് ഈസ് ഈക്വൽ ടു ഹീറ്റ് ഗെയിൻ ബൈ ദി വാട്ടർ. അപ്പോൾ നമുക്ക് ഫണ്ടമെൻ്റൽ ഇക്വേഷൻ ഇതാണ്. ഹീറ്റ് ലിബറേറ്റഡ് ബൈ ദ ഫ്യൂവൽ ഈസ് ഈക്വൽ ടു heat liberated by the fuel is equal to heat gained by water. അപ്പോൾ heat liberated by the fuel is equal to V0 into HCV is equal to heat gained by water, that is equal to MC delta T. MC into delta T. M is the mass of the water, that is capital M, CW into delta T. And we need the value of HCV. HCV is equal to mass of water into specific heat of water into change in temperature divided by V0. V0 നമ്മൾ ഇങ്ങനെ കണ്ടുപിടിക്കണം. So this is the equation for HCV. അപ്പോൾ HCVയുടെ ഇക്വേഷൻ ഇതാണ്. V0 കണ്ടുപിടിക്കുന്നത് V1 ഉണ്ട്. V0 കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. ഇനി നമുക്ക് എൽ സി വിയുടെ ഇക്വേഷൻ ഇവിടെ നോക്കാം. എൽ സി വി ഇസ് ഈക്വൽ ടു എച്ച് സി വി മൈനസ് എം ഇൻറ്റു 2442 ബൈ V0. Remember this equation where M is the mass of condensate. M is the mass of condensate. M is the mass of condensate. അതായത് നമ്മൾ കണ്ടൻസ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ മാസാണ് നമ്മൾ എടുക്കുന്നത്. ശ്രദ്ധിക്കുക, ഇവിടുത്തെ എൽ സി വിയുടെ യൂണിറ്റ് കിലോ ജൂൾ പെർ മീറ്റർ ക്യൂബ് ആയിരിക്കും. ദിസ് ഈസ് ഓൾസോ ഇൻ കിലോ ജൂൾ പെർ meter cube because it is gas calorimeter and we are taking the volume. The unit of volume is meter cube, so HCV is in kilojoule per meter cube and LCV is also in kilojoule per meter cube. So once again, Jenges gas calorimeter equation കണ്ടുപിടിക്കാനായിട്ട് equation MC delta T by V0. MC delta T by V0. M is the mass of the water and C is the specific heat. Delta T is the change in temperature. V0 is the reduced gas volume. V0 at STP. STP volume can be found out by using this equation. Then LCV is equal to HCV minus M into 2442 by V0. Where M is the mass of the condensate and V0 is the reduced STP volume.
next we see a problem based on this gas calorimeter. The following observation were made during a test on Jenger's gas calorimeter. Its gas pressure is equal to its gas pressure. So the gas pressure we can take it as see it is given in millimeters of water. It is given in millimeters of water. So we have to convert this millimeters of water into millimeters of mercury, mm of Hg ലോട്ട് കൺവേർട്ട് ചെയ്യണം. This is very important. So how you will convert that? The barometer reading എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തരീക്ഷ മർദ്ദം, സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ അറ്റ് ദാറ്റ് പ്ലേസ്, അവിടുത്തെ അന്തരീക്ഷ മർദ്ദം 750 മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി ആണ്. പക്ഷേ ഗ്യാസ് പ്രഷർ പറഞ്ഞിരിക്കുന്ന മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി അല്ല, മില്ലിമീറ്റേഴ്സ് ഓഫ് വാട്ടറിലാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് ഇത് രണ്ടും 2 യൂണിറ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്തിനാണ് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നത്? വി നീഡ് ദി അബ്സല്യൂട്ട് പ്രഷർ. അപ്പോൾ ബാരോമീറ്റർ റീഡിങ് പ്ലസ് ഗേജ് റീഡിങ് വിൽ ഗീവ്സ് യു അബ്സല്യൂട്ട് പ്രഷർ. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് P1 കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ 53.5 എന്ന് പറയുന്നത് വാട്ടറിലുള്ള പ്രഷറാണ്. ആ 53.5നെ മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റിയായ 13.6 കൊണ്ട് ഭാഗിക്കുക. അപ്പോൾ എന്തായിട്ട് മാറും? ഈ ക്വാണ്ടിറ്റി mm ഓഫ് Hg ലോട്ട് മാറും, mm ഓഫ് Hg. ഇനി വാട്ട് ഈസ് ദ റിമൈനിങ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ അറ്റ് ദാറ്റ് പ്ലേസ്? 750. ദാറ്റ് ഈസ് ഇൻ mm ഓഫ് മെർക്കുറി. അപ്പോൾ 750 mm ഓഫ് മെർക്കുറി പ്ലസ് ഗ്യാസ് പ്രഷർ ദാറ്റ് ഈസ് ഇൻ ഗേജ്, അത് mm ഓഫ് വാട്ടറിലായതുകൊണ്ട് അതിനെ നമ്മൾ 13.6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് mm ഓഫ് Hg ലോട്ട് മാറും. ദിസ് ഈസ് ഓൾസോ mm ഓഫ് Hg. ഇത് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ്, സിംപ്ലിഫൈ നോക്കിയാൽ മതി, 753.93 mm ഓഫ് മെർക്കുറി എന്ന വാല്യൂ ഉത്തരമാണ് നമുക്ക് കിട്ടുന്നത്, P1. അടുത്തത് ഗ്യാസ് ബേൺഡ്, ദാറ്റ് ഈസ് V1. V1 ഈസ് ഈക്വൽ ടു 0.024 മീറ്റർ ക്യൂബ്. 0.00 ഉണ്ട്, 0.0024 മീറ്റർ ക്യൂബാണ്. അടുത്തത് അവർ കൊടുത്തിട്ടുണ്ട് ഇൻ ദിസ് പ്രോബ്ലം. അടുത്തത് ഗ്യാസ് ടെമ്പറേച്ചറാണ്. ബിഫോർ ദാറ്റ് വി വിൽ സീ ദ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ദാറ്റ് ഈസ് P0. ഇറ്റ് ഈസ് നോട്ട് ഗിവൺ. വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് 760 mm ഓഫ് മെർക്കുറി. 760 mm of mercury. And also it is given that the gas temperature is the inlet gas temperature, that is equal to T1. 16 ഡിഗ്രി സെൽഷ്യസ് അതിനെ 273 കൊണ്ട് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 289 കെൽവിൻ ആണ്. 289 കെൽവിൻ. We know that T0 standard temperature is equal to 288 Kelvin. V0 നമ്മൾ കണ്ടുപിടിക്കണം. V0 is equal to V0 നമ്മൾ ഇവിടെ പഠിച്ചതാണ്. V0 is equal to P1 by P0 into T0 by T1 into V1. That is equal to V0 that we have to find out. That is equal to V1 into P1 by P0 into T0 by T1. V1 നമുക്കുണ്ട് 0.0024. P1 നമുക്ക് കിട്ടി, ദാറ്റ് ഈസ് 753.93 ബൈ P0 എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ദാറ്റ് ഈസ് 760 ഇൻറ്റു T0 എന്ന് പറയുന്നത് 288 ഡിവൈഡഡ് ബൈ T1 എന്ന് പറയുന്നത് 289 ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ, ഓൺ സിംപ്ലിഫിക്കേഷൻ യു വിൽ ഗെറ്റ്, കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുമ്പോൾ അവസാനം നമുക്ക് കിട്ടുന്ന വാല്യൂ 0.00237 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നൊരു വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ദാറ്റ് ഈസ് V0. നമുക്ക് V0 ഇത്രയാണ് കിട്ടിയത്. V0 ഈസ് ഈക്വൽ ടു 0.00237 മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഇതിൻ്റെ ബാക്കി
നമുക്ക് ചെയ്യാം. അടുത്തതായിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് മാസ് ഓഫ് ദ വാട്ടർ, ഇതാണ്ട വാട്ടർ കളക്റ്റഡ് ഈസ് ഈക്വൽ ടു 1225 cc. മാസ് ഓഫ് വാട്ടർ ഈസ് ഈക്വൽ ടു 1225 cc. വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് 1 cc ഈസ് ഈക്വൽ ടു 1 gram. സോ ദിസ് ഈസ് 1225 gram. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.225 kilogram. അപ്പോൾ മാസ് കിട്ടി. ഇനി അടുത്തത് T1 വാട്ടർ ടെമ്പറേച്ചർ. നമുക്ക് വാട്ടർ ടെമ്പറേച്ചർ T1 എന്ന് കൊടുക്കാം. T1 വാട്ടറിൻ്റെ ടെമ്പറേച്ചർ നമുക്ക് തന്നിട്ടുണ്ട്. ഇൻലെറ്റ് ടെമ്പറേച്ചർ 14 ഡിഗ്രി സെൽഷ്യസ്, ദാറ്റ് ഈസ് 14 ഡിഗ്രി സെൽഷ്യസ്. ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ, ദാറ്റ് ഈസ് ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ 25.4, ദാറ്റ് ഈസ് T2 ഈസ് ഈക്വൽ ടു 25.4 T2. സോ ഡെൽറ്റ T ഈസ് ഈക്വൽ ടു 25.4 minus 14, that is equal to 11.4 11.6 കിട്ടും. 11.6 11.6 degrees Celsius, no problem. And we know the value of HCV is equal to, നമ്മൾ പഠിച്ചതാണ് HCV ഗ്യാസ് കലോറിമീറ്ററിൻ്റെ കേസിൽ HCVയുടെ ഇക്വേഷൻ, ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ HCV. HCV is equal to mass into specific heat into change in temperature by V0. LCV is equal to HCV minus mass of condensate into 2442 by V0. MC delta T by V0. MC delta T by V0. That is equal to, ഇവിടെ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇതാണ്, മാസ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് ഇൻറ്റു ഡെൽറ്റ ടി ബൈ V0. Mass of the condensate is equal to 1.225, specific heat of water is equal to 4.2, delta T is equal to 11.6 divided by the value of V0. V0 യുടെ വാല്യൂ 0.00237. On simplifying, you will get the value of HCV as 24,748 kilojoule per meter cube. Remember, this meter cube is coming because of the gas calorimeter. Instead of mass, in the case of gas, it is taken the volume. Let us see the LCV. Equation for LCV is equal to HCV minus M into 2442 divided by V0. 2442 by V0. That is 24,748 minus mass of the condensate. It is given in the problem that mass of the condensate is equal to 2.5. We can see that steam condensed is equal to 2.5 cc. 2.5 cc means 2.5 gram. 2.5 cc steam condensed. So mass is equal to 2.5 cc, that is 2.5 gram. So converting 2.5 into 10 raised to minus 3 kilogram. So that is 2.5 into 10 raised to minus 3 into 2442 divided by V0. V0 is equal to 00237. On simplifying, you will get a value that is 22,172 kilojoule per meter cube. This is the answer for LCV. This is for HCV. So today we have completed the gas calorimeter and bomb calorimeter, and two problems with respect to the two calorimeters we have done. So today we finish here.